فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ ദീനീ പഠിതാക്കളെ, കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഫിഖ്ഹിൻ്റെ ദർസുകളിലാണ് നമ്മളുള്ളത്. മഹാനായ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നുൽ ഹാദി ഇബ്നുൽ മബ്രദ് എന്ന് വിളിപ്പേരുള്ള പണ്ഡിതൻ്റെ ഫുറൂഉൽ ഫിഖ്ഹ് എന്ന ഗ്രന്ഥമാണ് കർമ്മശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിൽ ആദ്യം നമ്മൾ വിശദീകരിച്ചു ഇബാദത്തുകൾ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. ആ നമസ്കാരം ശരിയാകണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഷർത്തുകളിൽ ത്വഹാറത്താണ് ഒന്നാമത്തേത്, ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മുത്തത്വഹിർ, ശുദ്ധി വരുത്തുന്ന ആൾ, അയാൾ എങ്ങനെയുള്ളവനായിരിക്കണം എന്നതാണ്. രണ്ട്, മുത്തത്വഹറും ബിഹി, ശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വസ്തു അതെന്തായിരിക്കണം എന്നതാണ്. മൂന്ന്, ത്വഹാറത്ത്, ശുദ്ധീകരണം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നാല്, നാഖിൽ, ശുദ്ധി, അതിനെ പോക്കിക്കളയുന്ന, മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. അതിൽ നമ്മൾ ചെറിയ അശുദ്ധി അതെന്താണ് എന്ന് പഠിച്ചു. ചെറിയ അശുദ്ധി ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിച്ചു. അങ്ങനെ കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനം പഠിച്ചത് വലിയ അശുദ്ധി, അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, വലിയ ശുദ്ധിയെ പോക്കിക്കളയുന്ന, വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു ഷെയ്ഖ് പറഞ്ഞത്? വഫി ത്വഹാറത്തിൽ കുബ്ര, വലിയ അശുദ്ധിയിൽ, അതിൽ സിത്തത്തുൻ, 6 കാര്യങ്ങളുണ്ട്. അഥവാ വലിയ ശുദ്ധി ഉണ്ടാകുന്ന, ശുദ്ധിയെ പോക്കിക്കളയുന്ന 6 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ, ഇച്ഛയോടുകൂടി, ആസ്വാദനത്തോടുകൂടി, ഷഹ്വത്തോടുകൂടി തെറിച്ചു വീഴുന്ന ഇന്ദ്രിയം, അതോടുകൂടി ഒരാൾ വലിയ ശുദ്ധിക്കാരനാകുന്നു. അതിൻ്റെ തെളിവുകളും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് വൽത്തിഖാഉൽ ഖിത്താനൈനി, 2 ഗുഹ്യാവയവങ്ങൾ അഥവാ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൂക്ഷ്മാവയവം തമ്മിൽ കണ്ടുമുട്ടൽ അഥവാ ജിമാ, അതാണ് അവിടെ ഉദ്ദേശം, സംയോഗം. അപ്പോൾ അതിലൂടെ വലിയ ശുദ്ധിക്കാരനാകുമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ഇസ്ലാമുൽ കാഫിരി, കാഫിറായ അമുസ്ലിമായ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാൾ വലിയ ശുദ്ധിക്കാരനായി, അയാൾക്ക് കുളി നിർബന്ധമായി എന്നതാണ് ഗ്രന്ഥകാരൻ്റെ അഭിപ്രായം. അപ്പോൾ അതിലെ പിന്നെ പ്രബലാഭിപ്രായം എന്താണ്, അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ശരി, ഇനി 3 കാര്യങ്ങൾ കൂടി, വലിയ അശുദ്ധിയുള്ളവരാകുവാൻ 3 കാര്യങ്ങൾ കൂടി ഷെയ്ഖ് പറയുന്നത്. അഥവാ വലിയ ശുദ്ധിക്കാരനാകാൻ, വലിയ ശുദ്ധിക്കാരിയാകാൻ 3 കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാലാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത് വൽ ഹൈലു, ഹൈലുണ്ടായിക്കഴിഞ്ഞാൽ, വൽ നിഫാസു, നിഫാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വൽ മൗത്തു, മരണമുണ്ടായിക്കഴിഞ്ഞാൽ. വൽ ഹൈലു, ഹൈലുണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ വലിയ അശുദ്ധിയുള്ളവൻ ആകുന്നു. സ്ത്രീകൾക്കാണ് ഹൈലുണ്ടാവുക. അപ്പോൾ വലിയ അശുദ്ധിയുള്ളവളാകുവാൻ ഹൈൽ അവൾക്ക് കാരണമാണ്. ഹൈൽ എന്ന് പറഞ്ഞാൽ ആർത്തവം, പീരിയഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഹൈൽ എന്ന് പറഞ്ഞാൽ. ഹൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ വലിയ ശുദ്ധിയുള്ളവളാകുമോ? എന്താണ് അതിൻ്റെ തെളിവ്? കുളിക്കണം എന്നതിൻ്റെ തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയസ്അലൂനക അനിൽ മഹീൽ, ഹൈലിനെ കുറിച്ച്, ആ ആർത്തവത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ, റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കുക, അത്, ആ ബ്ലഡ് അത് മ്ലേച്ഛമായതാണ്. ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീൽ, അവർക്ക് ആർത്തവം ഉണ്ടാകുന്ന ആ സമയത്ത് അവർ സ്ത്രീകളെ വിട്ടു നിൽക്കണം, അഥവാ അവരോട് ജിമാ
ദാമ്പത്യത്തിൽ ഏർപ്പെടുക എന്നത് പാടുള്ളതല്ല. വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞാൽ അവരെ സ്പർശിക്കാതെ, അവരെ തൊടാതെ, അവരെ ചുംബിക്കാതെ, അവരോടൊപ്പം ഇരിക്കാതെ എന്നൊന്നുമല്ല ഉദ്ദേശം. ജിമാ, അവരോട് ദാമ്പത്യത്തിൽ ഏർപ്പെടുക എന്നത് ഉണ്ടാകാൻ പാടില്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. വലാ തഖ്റബൂഹുന്ന, അവരെ അടുത്തു പോകരുത്, അഥവാ അവരുടെ ജിമാഇന് വേണ്ടി അടുത്തു പോകരുത്. ഹത്തായ തുഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. ഫഇദാ തത്വഹർന, ഇനി അവർ ശുദ്ധിയായാലോ, ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറക്കുമുള്ള, അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നോളൂ. അഥവാ അവരോട് എന്ത് ചെയ്യാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കാത്ത രൂപത്തിൽ നമുക്ക് അവരുമായിട്ട് ബന്ധത്തിലേർപ്പെടാം. ഇപ്പോൾ പിറകിലൂടെയുള്ള സുഖമെടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തതാണ്, ഹറാമാക്കിയതാണ്. ആ രൂപത്തിലുള്ളതല്ലാത്ത അള്ളാഹു ഹലാലാക്കിയ രൂപത്തിലെല്ലാം നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ആയത്താണ് അതിനുള്ള തെളിവ്. ഈ ആയത്തിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ അവരോട് എന്ത് ചെയ്യരുത്, അടുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശുദ്ധി വരുത്തൽ എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് കുളി എന്നത് ലഭിക്കുന്നത്, നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുളി എന്ന് ലഭിക്കുന്നത് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇവിടെ യത്ഹുർന, അപ്പോൾ പൂർണ്ണമായ ശുദ്ധി വരുത്തലാണ് അവിടെ ഉദ്ദേശം. ഏതെങ്കിലും ഭാഗം തത്വഹീർ ചെയ്യാൻ, ശുദ്ധി വരുത്താനല്ല പറഞ്ഞത്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ശുദ്ധി വരുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തഅമീമുൽ ബദൻ, ശരീരം മുഴുവൻ ശുദ്ധി വരുത്തണം എന്ന ഉദ്ദേശമാണ് അവിടെ വരുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഖൗല് കൊണ്ട് വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുളിയാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഹൈലുള്ള സ്ത്രീ അവൾക്ക് കുളി നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സമർത്ഥിക്കുന്നു. മറ്റൊരു തെളിവ് ഫാത്തിമ ബിൻത്ത് അബി ഹുബൈഷ്, ഫാത്തിമ ബിൻത്ത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ, അവരുടെ റിപ്പോർട്ടിൽ കാണാം, ജാഅത്ത് ഫാത്തിമത്തു ബിൻതു അബി ഹുബൈഷ്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരികയാണ്. ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത്, വന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നി ഇംറഅത്തുൻ, ഞാനൊരു സ്ത്രീയാണ്, ഉസ്തഹാലു, എപ്പോഴും ഹൈലുണ്ടാകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എനിക്ക് ധാരാളമായിട്ട് ഹൈലുണ്ടാകുന്നു. ഫലാ അത്തുഹുറു, ഞാൻ ശുദ്ധിയാകുന്നേയില്ല, അഥവാ എനിക്ക് ധാരാളമായി കൊണ്ട് ഹൈലുണ്ടാകുന്നു എന്നർത്ഥം. അഫ അദഉ സ്വലാത്ത്, അതുകൊണ്ട് ഞാൻ നമസ്കാരം ഉപേക്ഷിക്കണോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ല, വേണ്ട, ഇന്നമാ ദാലിക ഇർഖുൻ, അതൊരു രോഗമാണ്, വലൈസ ബിഹൈൽ, അത് ഹൈലല്ല, ഇസ്തിഹാലത്തി എന്ന രോഗമാണ്, അതെന്തല്ല, അത് ആർത്തവമല്ല. ഫഇദ ഖബലത് ഹൈലതുക്കി, അതുകൊണ്ട് നിൻ്റെ പിന്നെ ഹൈൽ മുന്നിട്ട് വന്നാൽ, അഥവാ ഹൈലിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഫദഇ അസ്വലാത്ത്, നീ നമസ്കാരം ഉപേക്ഷിക്കുക. വ ഇദാ അദ്ബറത്, അത് പിന്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹൈലിൻ്റെ ആ സമയം കഴിഞ്ഞാൽ, ഹൈൽ ഉണ്ടാകുന്ന ഒരു മാക്സിമം ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഫഗ്സിലി അൻകിദ്ദം, നിന്നെ തൊട്ട് നീ എന്ത് ചെയ്യണം, ആ രക്തത്തെ കഴുകിക്കളഞ്ഞ് കുളിച്ച് ശുദ്ധിയായി സുമ്മ സ്വല്ലി, പിന്നീട് നീ നമസ്കരിച്ചോ. അപ്പോൾ ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താ പറഞ്ഞത്, അവരോട് കുളിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഹൈൽ അത് കുളി നിർബന്ധമാക്കുന്ന വലിയ ശുദ്ധിയാണ് എന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നു. അഞ്ചാമതായിക്കൊണ്ട് ഗ്രന്ഥകാരൻ പറയുന്നത് വൻ നിഫാസു, നിഫാസും, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം. ഒരു സ്ത്രീ പ്രസവിക്കുന്നതോടുകൂടി പിന്നെ അവളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തമാണ് പ്രസവരക്തം, അതാണ് നിഫാസ്. അപ്പോൾ അതും സ്ത്രീക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹൈലിൻ്റെ അതേ വിധി തന്നെയാണ് നിഫാസിനും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെട്ടു, കൂടെ സ്വഹാബത്തുമുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. അങ്ങനെ ഷരീഫ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഹൈലുണ്ടാകുന്നു, അവർക്ക് ഹൈലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂടെയാണ്. റസൂലുള്ളാഹി ടെൻറ്റിലേക്ക് വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക്കി, എന്താണ് നിന്നെ കരയിച്ചത് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത്, മാ ലക്കി അനുഫിസ്തി, ആയിഷ എന്തു പറ്റി, നീ നിഫാസ് ഉള്ളവളായോ, അനുഫിസ്തി, നീ നിഫാസ് ഉള്ളവളായോ എന്നതാണ്. അപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസവിച്ചതല്ല നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എന്താണ് അവിടെ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്, നിനക്ക് ഹൈല് സംഭവിച്ചോ എന്നതാണ്. അപ്പോൾ ഹൈലിന് നിഫാസ് എന്ന പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഇബ്നു ഹസം അല്ലാഹിരി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അൽ ഹൈലു വന്നുഫസ, അൽ ഹൈലു വന്നുഫസാഉ,
ഹൈലുള്ളവരും നിഫാസുള്ളവരും, അല്ലെങ്കിൽ അല്ല ഹൈലു വൻ നിഫാസു, ഹൈലും നിഫാസും ഷെയ്ഉൻ വാഹിദുൻ, ഒന്നാണെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സംഭവമാണ് എന്നല്ല. ഹൈല് മാസത്തിൽ ഒരിക്കൽ വരുന്ന മാസമുറ ആർത്തവമാണ്, നിഫാസ് പ്രസവിക്കുന്ന സമയത്ത് വരുന്ന പ്രസവ രക്തമാണ്. പക്ഷേ രണ്ടിൻ്റെയും ഹുക്മ്, വിധി ഒന്നാണ്. ഹൈലിന് എന്താണോ വിധിയുള്ളത് ആ രക്തം അശുദ്ധിയുള്ളതാണ്, അതുപോലെ തന്നെ ഈ രക്തവും അശുദ്ധിയുള്ളതാണ്. ആ രക്തം വരുന്ന സമയത്ത് അവർക്ക് നമസ്കാരം ഉപേക്ഷിക്കുക, നോമ്പ് ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ പിന്നെ നിഫാസുള്ള സമയത്തും ഇതെല്ലാം അവർക്ക് ചെയ്യാം. ആ സമയത്ത് അവർ അശുദ്ധിയുള്ളവരാണ്, ഈ സമയത്തും അവർ അശുദ്ധിയുള്ളവരാണ്. അത് കഴിഞ്ഞാൽ ഹൈല് കഴിഞ്ഞാൽ അവർ കുളിച്ച് ശുദ്ധിയാക്കണം, നിഫാസ് കഴിഞ്ഞാലും അവർ കുളിച്ച് ശുദ്ധിയാക്കണം. അപ്പോൾ ഹൈലിനും നിഫാസിനും ഒരേ ഹുക്കുമാണ്, വിധിയാണ് എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ശരി, അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖ് ഗ്രന്ഥകാരൻ പറയുന്ന 6ാമത്തെ കാര്യം എന്താണ്? വൽ മൗതു, മരണം. അപ്പോൾ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാൾ വലിയ അശുദ്ധിയുള്ളവനായി, അല്ലെങ്കിൽ അവൾ വലിയ അശുദ്ധിയുള്ളവളായി. അപ്പോൾ അവരെ കുളിപ്പിക്കൽ എന്താണ്? നിർബന്ധമാണ് എന്നർത്ഥം. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ അവർ പറയുകയാണ്, ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വനഹ്നു നഗ്സിലു ഇബ്നതഹു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുത്രിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഥവാ മകൾ മരണപ്പെട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി മരണപ്പെട്ട് അവരെ സ്വഹാബ വനിതകൾ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി അങ്ങോട്ട് വന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇഗ്സിൽനഹാ സലാസൻ, നിങ്ങൾ അവളെ 3 തവണ കുളിപ്പിക്കുക. ഔ ഖംസൻ, അല്ലെങ്കിൽ 5 തവണ. ഔ അക്സറ മിൻ ദാലിക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, ആവശ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ. ബിമാ ഇൻ വസിദിരിൻ, വെള്ളം കൊണ്ടും താളി കൊണ്ടും, അത് ഉപയോഗിച്ച വെള്ളം കൊണ്ട് അവരെ കുളിപ്പിക്കുക എന്നർത്ഥം. വജ്അൽന ഫിൽ ആഖിറതി കാഫൂറ, അവസാനത്തെ കഴുകളിൽ കാഫൂർ, കർപ്പൂരം ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് മരണപ്പെട്ട ഒരു വ്യക്തി, ഹദീസിൽ കാണാം, കാന റജുലുൻ വാഖിഫുൻ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അറഫത, അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരാൾ നിൽക്കുകയായിരുന്നു, ഹജ്ജിന് വേണ്ടി വന്നതാണ്. ഫവഖഅ അൻ റാഹിലതിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് അദ്ദേഹം വീണു. ഫവഖസതുഹു, വഖസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരണത്തിന് ഹേതുവാകുന്ന വീഴ്ച, അദ്ദേഹത്തിൻ്റെ പെരടി പൊട്ടി എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഗ്സിലൂഹു ബിമാഇൻ വസിദിരിൻ, അയാളെ നിങ്ങൾ താളി കൊണ്ടും വെള്ളം കൊണ്ടും കുളിപ്പിക്കുക. അവിടെ കൽപ്പനാക്രിയയാണ്, ഇഗ്സിലു, നിങ്ങൾ കുളിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, മരണപ്പെട്ടാൽ അയാളെ കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അയാൾ വലിയ ശുദ്ധിയുള്ളവനാണ്, അയാളെ കുളിപ്പിക്കണം. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ഒരാൾ വലിയ അശുദ്ധിയുള്ളവനാകുവാൻ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ളവളാകുവാൻ 6 കാര്യങ്ങൾ സംഭവിക്കണം എന്നതാണ്. എന്നൊരു ഗ്രന്ഥകാരൻ അതിലൊന്ന് പറഞ്ഞത് അൽ മനിയുദ്ദാഫിഖു ബിലദ്ദത്തിൻ, 2 വൽ കണ്ടുമുട്ടലാണ്, അൽ ഖിത്താനാനി, ഖിത്താനാൻ 2 ഗുഹ്യാവയവങ്ങൾ തമ്മിൽ ഇൽത്തിഖാ ഉൽ ഖിത്താനാൻ, അത് തമ്മിൽ കണ്ടുമുട്ടലാണ്. 3 വ ഇസ്ലാമുൽ കാഫിരി, കാഫിർ ഇസ്ലാം സ്വീകരിക്കലാണ്. 4 വൽ ഹൈലു, ഹൈൽ സംഭവിക്കലാണ്. 5 വൽ നിഫാസു, നിഫാസ് സംഭവിക്കലാണ്. 6 വൽ മൗതു, മരണം സംഭവിക്കലുമാണ്. ഇതോടുകൂടി ഒരാൾ എന്തായി മാറി? ഒരാൾ വലിയ അശുദ്ധിയുള്ളവനായി, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ളവളായി മാറുകയാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ ഭാഗം പൂർത്തിയാക്കി. എന്താണ് 1ാമത്തെ ഭാഗം? നമ്മൾ പറഞ്ഞു ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിൽ 1ാമത്തത് ത്വഹാറത്താണ്, ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തിൽ 4 കാര്യങ്ങളുണ്ട്. ആ ശുദ്ധീകരണമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വിശദീകരിച്ചു വന്നിരുന്നത്. ആ ശുദ്ധീകരണത്തിൽ 4 കാര്യങ്ങളുണ്ട്. 1 ശുദ്ധി വരുത്തുന്ന വ്യക്തി, 1 ശുദ്ധിയാകാൻ ഉപയോഗിക്കുന്ന വസ്തു, 2 ശുദ്ധീകരണം, പിന്നെ അവസാനത്തത് നാക്കിൽ, ശുദ്ധിയെ പോക്കിക്കളയുന്ന കാര്യം. അപ്പോൾ അതിൽ ചെറിയ ശുദ്ധിക്കാരനാകാൻ എന്താണ് കാരണങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിക്കാരി ആകുവാൻ എന്താണ് കാരണം, വലിയ ശുദ്ധിക്കാരനാകുവാൻ, വലിയ ശുദ്ധിക്കാരിയാകുവാൻ എന്താണ് കാരണം, ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 2ാമത്തെ ഷർത്ത്, ഇപ്പോൾ നിസ്കാരത്തിൽ 1ാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞു. ഇനി 2ാമത്തെ ഷർത്ത് ത്വഹാറത്തും മിനൻ നജാസ, ത്വഹാറത്തും മിനൻ നജാസ, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവലാണ്. നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകലാണ് നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്ത്. 1ാമത്തത് അത്വഹാറത്തു മിനൽ ഹദസ് ആയിരുന്നു, ഹദസ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. ഇനി 2ാമത്തത് അത്വഹാറത്തു മിനൻ നജസി, അല്ലെങ്കിൽ മിനൻ നജാസത്തി, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ്. എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ?
അത് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ? നജസ് എന്ന് പറഞ്ഞാൽ അൽ ഖദറ, പിന്നെ മാലിന്യം, അതാണ് ഉദ്ദേശം. നജസ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ഉദ്ദേശം മാലിന്യം എന്നുള്ളതാണ്. എന്നാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ചളി അതൊരു മാലിന്യമായിട്ട് കാണും, അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം അത് മാലിന്യമായിട്ട് കാണും, വിയർപ്പ് അത് മാലിന്യമായിട്ട് കാണും. എന്നാൽ ഇതെല്ലാം നജസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. അപ്പം നജസ് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഭാഷയിൽ എന്താണ്? ഐനുൻ മുസ്തഖ്ദറത്തുൻ ശർഅൻ, മതം മ്ലേച്ഛമായി കാണുന്നതാണ് നജസ് എന്ന് പറഞ്ഞാൽ. മതം മ്ലേച്ഛമായി കാണുന്ന, മോശമായി കാണുന്ന, മാലിന്യമായി കാണുന്ന വസ്തു, അതാണ് നജസ്. അപ്പോൾ ഉറുഫിൽ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് മോശമായി കാണുന്ന സാധനം, അത് ഞാൻ പറഞ്ഞല്ലോ, മീൻ വെള്ളം, അത് മതത്തിൻ്റെ ഭാഷയിൽ നജസല്ല. അപ്പോൾ നാട്ടിൽ കാണുന്ന മാലിന്യം അതെന്താവുകയില്ല, മതത്തിൻ്റെ ഭാഷയിൽ നജസാണ് എന്ന് നമുക്ക് പറയാൻ വകയില്ല. അപ്പം മതം നജസായിട്ട് എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മളെന്ത് നജസ്. നജസ് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന നമസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ നമ്മുടെ ഇബാദത്ത് തടയും, ഇബാദത്ത് ശരിയാവുകയില്ല. അപ്പോൾ ഇബാദത്തിനെ അല്ലെങ്കിൽ നമസ്കാരത്തെ തടയപ്പെടുന്ന, ഇളവില്ലാത്ത, നീക്കം ചെയ്യേണ്ടുന്ന വസ്തു, അതാണെന്ത് നജസ് എന്ന് പറഞ്ഞാൽ. ശരി, ഇനി എന്തൊക്കെയാണ് നജസുകൾ എന്നുള്ളതാണ് ഷെയ്ഖ് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹാമിലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.